ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്സിവിൽ. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പ്രതീക്ഷയിലാണ് ഓരോ വീഡിയോകളും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പഠിക്കുക, മടിയൊന്നും ഇല്ലാതെ തന്നെ പഠിക്കുക. എക്സാംസൊക്കെ ഒരുപാട് വരാനുണ്ട്. ഇനി കുറച്ച് 2021 നടന്ന എക്സാംസിൻ്റെയൊക്കെ ഏകദേശം റാങ്ക് ലിസ്റ്റൊക്കെ കഴിയാറായി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സാംസൊക്കെ ഇനി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ KWA കേരള വാട്ടർ അതോറിറ്റിയുടെ ഗ്രേഡ് 3 ഓവർസിയർ നോട്ടിഫിക്കേഷൻ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട്. അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഒരുപാട് വാക്കൻസീസൊക്കെ വരുന്ന പോസ്റ്റാണ് KWA ഗ്രേഡ് 3 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇറിഗേഷൻ ഹൈഡ്രോളജി ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ട് ഈ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് വലിയൊരു ടോപ്പിക്കാണ്. കുറച്ച് 4-5 ക്ലാസ്സും കൂടെ ആകുമ്പോൾ ടോപ്പിക്ക് അങ്ങ് കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ടോപ്പിക്കായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനിടയിൽ മറ്റേതെങ്കിലും ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. Unit hydrograph is defined as a hydrograph which represents 1 centimeter of runoff from a rainfall. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്കതിൽ ഹൈഡ്രോഗ്രാഫ് എന്നൊരു ടേം ഉണ്ട്, റൺ ഓഫ് എന്ന ടേം ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ബാക്കി ഡെഫിനേഷൻ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഹൈഡ്രോഗ്രാഫും റൺ ഓഫും എന്താണെന്ന് മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഡൗട്ടുള്ളവർ ക്ലാസ്സിലൊന്ന് ചെക്ക് ചെയ്യുക. അപ്പം ഹൈഡ്രോഗ്രാഫ് നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ ഡിസ്ചാർജ് ടൈമും കൂടെ വെച്ച് പ്ലോട്ട് ചെയ്യുന്നൊരു ഗ്രാഫാണ്. അപ്പോൾ അതിൽ 1 സെൻറ്റിമീറ്റർ റൺ ഓഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അതിൽ അങ്ങനെ റെയിൻഫാളിൽ 1 സെൻറ്റിമീറ്റർ റൺ ഓഫ് വെച്ച് ഹൈഡ്രോഗ്രാഫ് വരയ്ക്കുന്ന അതിനെയാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. 1 എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിറ്റ് എന്നുള്ളതിലാണ് 1 സെൻറ്റിമീറ്റർ എന്ന് വരുന്നത്. അതാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് വരുന്നത്. ഇത് എക്സാമിന് ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. എത്ര സെൻറ്റിമീറ്റർ റൺ ഓഫിൻ്റെ അതാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ റൺ ഓഫ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഹൈഡ്രോഗ്രാഫാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. അത് ഒരുപാട് വലിയ എക്സാംസിനൊക്കെ ആണെങ്കിൽ ഈ ഒരു പോർഷനിൽ നിന്ന് പ്രോബ്ലമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. Generally, cross sections for canal work is taken at every 20 meter length. നമ്മൾ കനാൽ വർക്കിൻ്റെ ക്രോസ് സെക്ഷൻസ് എടുക്കുന്നത് 20 മീറ്റർ ലെങ്ത്, ആ ഒരു ലെങ്തിലാണ് കനാൽ വർക്കിൻ്റെ ക്രോസ് സെക്ഷൻസ് ഒക്കെ എടുക്കുന്നത്. റെയിൻഫോൾ സൈക്കിൾ പീരീഡ് ഇൻ ഇന്ത്യ ഈസ് ടേക്കൺ ആസ് 35 ഇയേഴ്സ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഇന്ത്യയുടെ റെയിൻഫോൾ സൈക്കിൾ പീരീഡ് എന്ന് പറയുന്നത് 35 ഇയേഴ്സാണ്. The angle between direction of flow of canal with the direction of flow of river is 60 to 90 degree. അതായത് കനാലിൻ്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോയും റിവറിൻ്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോയും തമ്മിലുള്ള ഒരു ആംഗിൾ എന്ന് പറയുന്നത് 60 to 90 degree. In cyclones of northern hemisphere, wind blows anti-clockwise inward. നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻഡ് ബ്ലോ ചെയ്ത സൈക്ലോൺസിൽ വിൻഡ് ബ്ലോ ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഇൻവേർഡാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്, മുമ്പ് ഒരു എക്സാമിന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൈക്ലോൺസ് വിൻഡ് ബ്ലോ ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഇൻവേർഡാണ്. ഇത് ഇമ്പോർട്ടൻ്റ് എല്ലാ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോയിൻറ്റും വിടാതെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. Impermeable formation like clay which contain water but not capable of transmitting water is aquicludes. അതൊരു ഇമ്പെർമിയബിൾ ഫോർമേഷനാണ്. അത് നമുക്ക് വാട്ടർ പക്ഷേ അത് നമുക്ക് വാട്ടറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. അതിന് അങ്ങനെയുള്ളൊരു ഇമ്പെർമിയബിൾ ഫോർമേഷനാണ് അക്യുക്ലൂഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇമ്പെർമിയബിൾ ഫോർമേഷൻ വിച്ച് നെയ്തർ കണ്ടെയ്ൻസ് നോർ ട്രാൻസ്മിറ്റ്സ് എനി വാട്ടർ ഈസ് അക്യുഫ്യൂജ്. അതായത് വാട്ടറും ഇല്ല, ട്രാൻസ്മിറ്റും ചെയ്യത്തില്ല. അങ്ങനത്തെ ഒരു ഫോർമേഷൻ ഇമ്പെർമിയബിൾ ഫോർമേഷനാണ് അക്യുഫ്യൂജ് എന്ന് പറയുന്നത്. അപ്പം അക്യുഫർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്യുക്ലൂഡ്, അക്യുഫ്യൂജ്, ഇത് മൂന്നും പഠിച്ച് വയ്ക്കുക. എക്സാമിന് ചോദിക്കാറുണ്ട്, മാറി പോകരുത്. അക്യുക്ലൂഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ക്ലേയുടെ കാര്യം ഓർത്താൽ മതി. ക്ലേയിൽ നമുക്ക് അതിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ക്ലേയിൽ കാണും. പക്ഷെ അത് നമുക്ക് വെള്ളം അതിന് വാട്ടറിൻ്റെ കണ്ടൻറ്റ് പുറത്ത് വരത്തില്ല. അതാണ് അക്യുക്ലൂഡ്, ക്ലേ. ആ ഒരു ഓർത്ത് വെച്ചാൽ മതി. അക്യുഫ്യൂജ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, വെള്ളവും ഇല്ല, ട്രാൻസ്മിറ്റ് ചെയ്യാനും ഇല്ല, അതിൽ വാട്ടറും ഇല്ല. അങ്ങനത്തെയാണ് അക്യുഫ്യൂജ് എന്ന് പറയുന്നത്. The maximum height of a masonry dam of a triangular section whose base width is b and specific gravity is s is
B√S. ഇത് ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, ജസ്റ്റ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുക. ട്രയാങ്കുലർ സെക്ഷനിൽ മാസൺറി ഡാമിൻ്റെ ഹൈറ്റിൻ്റെ ഒരു ഇക്വേഷനാണ്, മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, A-level എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ തന്നിട്ട് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ B√S. B എന്ന് പറയുമ്പോൾ ബേസ് വിഡ്ത്താണ്, സ്പെസിഫിക് ഗ്രാവിറ്റി S ആണ്. Time between first watering of a crop at the time of sowing to its last watering before harvesting is called base period. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ഒരു സെൻറ്റൻസ് ആണ്. ബേസ് പീരീഡ് ഒരുപാട് ബേസ് പീരീഡ് ക്രോപ്പ് പീരീഡ് ഒക്കെ ഒരുപാട് പ്രാവശ്യം എക്സാംസിൽ റിപ്പീറ്റഡ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫസ്റ്റ് വാട്ടറിങ് ഓഫ് എ ക്രോപ്പ് അറ്റ് ദ ടൈം ഓഫ് സോയിങ്, അതായത് നമ്മൾ സോ ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് ആ ഒരു വാട്ടർ, അത് മുതൽ ലാസ്റ്റ് വാട്ടറിങ് ബിഫോർ ഹാർവസ്റ്റിങ്ങിന് തൊട്ട് മുന്നേ ഒഴിക്കുന്ന വാട്ടറിങ് വരെയുള്ള ആ ഒരു ടൈം പീരീഡിനെയാണ് ബേസ് പീരീഡ് എന്ന് പറയുന്നത്. തെറ്റിപ്പോതെ പഠിച്ചു, രണ്ടും ചെറിയ ഡിഫറൻസേ ഉള്ളൂ ബേസ് പീരീഡും ക്രോപ്പ് പീരീഡും തമ്മിൽ. അപ്പം തെറ്റിപ്പോതെ പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് വാട്ടറിങ് ഓഫ് എ ക്രോപ്പ് അറ്റ് ദ ടൈം ഓഫ് സോയിങ് ചെയ്യുന്ന ആ ടൈമിലെ ഫസ്റ്റ് വാട്ടറിങ് ടു ലാസ്റ്റ് വാട്ടറിങ് ബിഫോർ ഹാർവസ്റ്റിംഗ് ആണ് ബേസ് പീരീഡ് എന്ന് പറയുന്നത്. The extent of land that gets irrigated from a water source is അയാക്കട്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു വാട്ടർ സോഴ്സിൽ നിന്നും ഇറിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ലാൻഡിനെയാണ് അയാക്കട്ട് എന്ന് പറയുന്നത്. ലാൻഡിൻ്റെ ആ ഒരു എക്സ്റ്റെൻറ്റിനെയാണ് അയാക്കട്ട് എന്ന് പറയുന്നത്. Buttress dam consists of a number of piers dividing the space to be dammed into a number of spans to hold up water and retain the water between these buttresses. ബട്രസ് ഡാം എന്നൊരു ടൈപ്പ് ഡാമാണ്. ഈ ഡാം എന്ന് പറയുക, ഈ ഡാമിനെ നമ്പർ ഓഫ് പിയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. പിയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. പിയേഴ്സ് തൂണുകളോട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് പിയറിന് ഇടയ്ക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിയേഴ്സിൻ്റെ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ വാട്ടറിനെ ഹോൾഡ് ചെയ്യുകയും അതുപോലെ തന്നെ അവിടെയുള്ള ബട്ടർസിലുള്ള വാട്ടറിനെ റീറ്റെയിൻ ചെയ്യുന്നു, ഇപ്പോൾ നിലനിർത്തുകയും ചെയ്യുന്നു, റീറ്റെയിൻ ചെയ്യുന്നു. അതാണ് ബട്രസ് പിയേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ബട്രസ് ഡാമിൽ പിയേഴ്സ് ഉണ്ട്, ആ പിയേഴ്സിൻ്റെ ആ ഒരു ഫംഗ്ഷനാണ് വാട്ടറിനെ ഹോൾഡ് ചെയ്യുകയും ബട്രസിന് ഇടയിലുള്ള ആ ഒരു വാട്ടറിനെ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. അതാണ് പിയേഴ്സിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പിയേഴ്സിന് ഇടയ്ക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് സ്പാൻ എന്ന് പറയുന്നത്. എ ബ്രിഡ്ജ് ഹാവിങ് മാക്സിമം സ്പാൻ 6 meter ഈസ് കോൾഡ് കൾവേർട്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം സ്പാൻ 6 meter ആയിട്ടുള്ള ഒരു ബ്രിഡ്ജിനെയാണ് കൾവേർട്ട് എന്ന് പറയുന്നത്. The time that a crop takes from the instant of its sowing to that of its harvesting is called crop period. ബേസ് പീരീഡ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റ് ദ ടൈം ഓഫ് സോയിങ് ടു ലാസ്റ്റ് വാട്ടർ ബിഫോർ ഹാർവസ്റ്റിംഗ്, അതാണ് നമ്മൾ ബേസ് പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് ഓഫ് ഇറ്റ്സ് സോയിങ് ടു ദാറ്റ് ഓഫ് ഇറ്റ്സ് ഹാർവസ്റ്റിംഗ് ആണ് ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്തേക്ക്, ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാലും മതി. നമുക്ക് മറ്റേത് ക്വസ്റ്റ്യൻ വരെ നമുക്ക് മനസ്സിലാവുന്ന ക്രോപ്പ് പീരീഡാണ്. ഒരെണ്ണം നന്നായി പഠിച്ചു വയ്ക്കുക. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻ എ ഡാം ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ഡെപ്ത് ആൻഡ് ഷേപ്പ്. ഇത് 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഡാമിൻ്റെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡെപ്തിനും ഷേപ്പിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ലെങ്ത് എന്നൊക്കെ ഓപ്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ ലെങ്ത് വരത്തില്ല, ഡെപ്തും ഷേപ്പിനെയാണ് ഡാമിൻ്റെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. When water is directed into the canal by construction of weir or a barrage across the river, it is called irrigation. വിയറും ബാരേജും എന്താണ് മുൻപത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അറിയാത്തവർ പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ് ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഒരു കനാലിൽ വാട്ടറിനെ ഡയറക്റ്റ് ചെയ്യുന്നത് വിയർ അല്ലെങ്കിൽ ബാരേജ് റിവറിനെ അക്രോസ് കൺസ്ട്രക്റ്റ് ചെയ്തത് വഴി കനാലിലോട്ട് വാട്ടറിനെ ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇറിഗേഷനെയാണ് ഡയറക്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഡൈവേർഷൻ ഹെഡ് വർക്ക് ഈസ് യൂസ്ഡ് ടു ഡൈവേർട്ട് ദ റിവർ വാട്ടർ ടുവാർഡ്സ് കനാൽ. ഡൈവേർഷൻ ഹെഡ് വർക്ക് യൂസ് ചെയ്യുന്നത് ആ പേരിൽ തന്നെയുണ്ട്, റിവർ വാട്ടറിനെ കനാലിലോട്ട് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഡൈവേർഷൻ ഹെഡ് വർക്ക് യൂസ് ചെയ്യുന്നത്. കാച്ച്മെൻറ്റ് ഏരിയ ഈസ് ഓൾസോ നോൺ ആസ് ഡ്രെയിനേജ് ബേസിൻ. അപ്പോൾ നമ്മൾ കാച്ച്മെൻറ്റ് ഏരിയ, കൾച്ചറൽ കമാൻഡ്, അങ്ങനെ കുറേ ടേംസ് നമ്മൾ മുമ്പത്തെ വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാച്ച്മെൻറ്റ് ഏരിയയുടെ മറ്റൊരു പേരാണ് ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുന്നത്. The earth water circulatory system is known as hydrological cycle. അതായത് ഒരു എർത്ത് വാട്ടർ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പറയുന്ന പേരാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളൊരു വാട്ടർ സൈക്കിൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാട്ടർ സൈക്കിളിനെ പറയുന്നതാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്.
ഇവാപ്പറേഷൻ ത്രൂ പ്ലാന്റ്സ് ആൻഡ് ദ സറൗണ്ടിങ് സോയിൽ ടുഗദർ ഈസ് കോൾഡ് ഇവാപ്പോട്രാൻസ്പിറേഷൻ. അപ്പം പ്ലാന്റ്സും അതുപോലെ തന്നെ സോയിൽ സറൗണ്ടിങ് ആയിട്ടുള്ള സോയിൽ നമ്മൾ ആ ഒരു ഇവാപ്പോട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. പ്ലാന്റ്സിൻ്റെ മാത്രമുള്ള ആ ഒരു ഇവാപ്പറേഷൻ ട്രാൻസ്പിറേഷൻ എന്നാണ് പറയുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. Fish ladder is provided to allow fish to go from upstream to downstream and vice versa. നമ്മൾ ഫിഷ് ലാഡർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിഷ് ലാഡർ എന്ന് പറയുന്നത് ഫിഷിന് സേഫായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ഒരു കൊടുക്കുന്ന ആ ഒരു പാത്ത്, അതാണ് ഫിഷ് ലാഡർ എന്ന് പറയുന്നത്. ഒരു അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലോട്ട് അല്ലെങ്കിൽ ഡൗൺ സ്ട്രീമിൽ നിന്ന് അപ്സ്ട്രീമിലോട്ട് ഫിഷിന് പോകാൻ വേണ്ടി ഉള്ള ഒരു പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഇതിനാണ് ഫിഷ് ലാഡർ എന്ന് പറയുന്നത്. Discharge hydrograph is commonly known as flood hydrograph or runoff hydrograph. ഡിസ്ചാർജ് ഹൈഡ്രോഗ്രാഫിൻ്റെ വേറൊരു പേരാണ് ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ് അല്ലെങ്കിൽ റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ്. അപ്പം ഇതും കൂടെ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം കുറച്ചായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ എന്തെങ്കിലും ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.